യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് എനിക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പൊ അതില് തൊപ്പി നിഹാദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ലൈവില് എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു, എന്നെ കുറെ കായും വായൊക്കെ ചേർത്ത് കുറെയൊക്കെ തെറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഈ ചങ്ങാതി പറയുന്ന ഒരു കാര്യമുണ്ട്, നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. ഇപ്പം നീയും പറയാൻ ഉസ്താദന്മാർക്ക് പറ്റൂല. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അതൊരു മുഖത്തിന്റെ അകത്ത് അടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ട് ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഗൾഫിലും ദുബൈയിലൊക്കെ ഒരു പണിയില്ലാതെ കുറെ ചങ്ങായിമാര് വെറുതെ അത്തരം തേച്ച് കിടക്കുന്നുണ്ട്. അവര് പറയണ ഉസ്താദ്മാര് ദീൻ പറയണ്ട, ഞങ്ങൾ ഇൻഫ്ലുവൻസർമാരാണ്, ദീൻ പറയേണ്ട കാലമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഫാസിഖ്യങ്ങളാരാ? ഒരു 16 വയസ്സിൽ കാണാതായ കോഴിക്കോട് വടകരയിലുള്ള ഒരു കുട്ടി പിന്നീട് 55 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 71ാമത്തെ വയസ്സിലാണ് വീട്ടിലേക്ക് വരുന്നത്. കുഞ്ഞബ്ദുള്ള എന്നായിരുന്നു ഒരു പേര്. ആ ഒരു കുഞ്ഞബ്ദുള്ള കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 16 വയസ്സിൽ കാണാതായ കോഴിക്കോട് വടകരയിലുള്ള ഒരു കുട്ടി പിന്നീട് 55 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 71ാമത്തെ വയസ്സിലാണ് വീട്ടിലേക്ക് വരുന്നത്. കുഞ്ഞബ്ദുള്ള എന്നായിരുന്നു ഒരു പേര്. ആ ഒരു കുഞ്ഞബ്ദുള്ള കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അത്രയും കാലം കാണാതായി 55 വർഷം കഴിഞ്ഞിട്ട് ആ പൊന്നുമ്മാനെ കാണാൻ കഴിഞ്ഞു, സഹോദരങ്ങളെ കാണാൻ കഴിഞ്ഞു. ആ ഒരു വിഷയം പറയാണ്ട് കൂട്ടത്തിൽ നമ്മൾ തൊപ്പി എന്ന് പേരുള്ളൊരു നിഹാദോ തൊപ്പി ഒരു ഉസ്താദിനെ വളരെ മോശമായിട്ട് സംസാരിച്ചൊരു വിഷയവും നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്. ആ ഒരു ഉസ്താദ് ആഷിഖ് ദാരിമി ആലപ്പുഴ എന്നാണ് ആ ഉസ്താദിൻ്റെ ഒരു പേര്. എനിക്ക് അന്ന് പേര് അറിയണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് തൊപ്പിക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 2 പ്രധാന വിഷയങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒരു വിഷയം കൂടി ഉണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാം. നമ്മൾ കഴിഞ്ഞൊരു മാസം മുൻപാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഒരു 16ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുട്ടി പിന്നീട് 55 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഹരിയാനയിൽ ഈ ഒരാളെ പ്രായമായിട്ടൊരു വൃദ്ധസദനത്തിൽ കണ്ടെത്തണം. കാണാതായ ആളുകളെ കണ്ടെത്തുന്ന മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ശ്രമഫലമായിട്ട് ഈ മനുഷ്യനെ കണ്ടെത്തി. നാട്ടിലാണ് വേരുകളെന്നറിഞ്ഞു, അന്വേഷിച്ചു. അദ്ദേഹം ഹരിയാനയിലായിരുന്നു വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിലെ വേരുകളെ കണ്ടെത്തി വീട്ടുകാരെ അറിയിച്ചു. എന്നിട്ട് ആ ഉമ്മാനെ കാണാൻ വരുന്നൊരു രംഗമുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. എന്തോ ഒരു ആനന്ദമെന്നറിയോ. അദ്ദേഹം നടക്കാനൊന്നും വയ്യ. പതുക്കെ ആ കാറിൽ നിന്ന് ഇറങ്ങി സഹോദരങ്ങളാണ് മൂപ്പരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മാനെ കാണുമ്പോൾ ഒരു സന്തോഷം. ആ ഒരു ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഉമ്മാനെ കാണാൻ തൗഫീഖ് അല്ലാഹ് കൊടുത്തിട്ടുണ്ടാകും. കാരണം 55 വർഷം എവിടെയോ ഒരു 16ാമത്തെ വയസ്സിലൊരു കൗമാരക്കാരൻ്റെ ഒരു എടുത്തുചാട്ടത്തിൽ ഒളിച്ചോടിപ്പോയൊരു കുട്ടി 55 വർഷം കഴിഞ്ഞ് 71 വയസ്സായിട്ട് തിരിച്ചു വരിക. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പോണ സമയത്ത് ഉമ്മ ഗർഭിണിയായിരുന്നു. ആ താത്തൊക്കെ വലിയ ആളായിട്ട് അവിടെ ഉണ്ട്. എല്ലാവരുടെ കണ്ണിലും സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണുനീരായിരുന്നു. എന്തായാലും ആ മകൻ ഒരു മഹാഭാഗ്യവാനാണ്. ഉമ്മാനെ കാണാൻ കഴിഞ്ഞാൽ ഉമ്മ എത്രമേൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എൻ്റെ മോനെ ഒന്ന് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകണേ എന്നുള്ളത്. ആ ഒരു സഹോദരങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഈ സഹോദരനെ സ്വീകരിച്ചത്. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ആ സഹോദരൻ അവരെ സ്വീകരിച്ച സഹോദരൻ എനിക്ക് വിളിച്ചിരുന്നു ആ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ മരിച്ചുപോയ കുഞ്ഞബ്ദുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിനെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എനിക്ക് വളരെ വലിയ അഭിമാനം തോന്നി. ഞാൻ അംഗമായ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ സഹായിച്ചത്. അതിലൊരുപാട് പേരുടെ ശ്രമഫലം ഉണ്ടായാലും അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തൊപ്പിയുടെ വിഷയം പറഞ്ഞല്ലോ. ഈ തൊപ്പി ആഷിഖ് ദാരിമി എന്ന് പറയുന്ന ഉസ്താദിനെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. ഹനാൻ ഷായെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വളരെ മോശം വേട ഉപയോഗിച്ചത്. അതിന് ആഷിഖ് ദാരിമി കൊടുത്തൊരു നല്ലൊരു മറുപടി ഉണ്ട്. ഒരു മറുപടി ഒന്ന് കേൾക്കാം.
അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരനുണ്ട്, ഹനാൻ ഷാ എന്നൊരു പാട്ടുകാരുണ്ട്. മോനിക്കെതിരെ പ്രസംഗിച്ച സമയത്ത് എനിക്കെതിരെ ഒരു 10-15 പേര് കുറെ വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് എനിക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പൊ അതില് തൊപ്പി നിഹാദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ലൈവില് എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു, എന്നെ കുറെ കായും ബായും ഒക്കെ ചേർത്ത് കുറെയൊക്കെ തെറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഈ ചങ്ങാതി പറയുന്ന ഒരു കാര്യമുണ്ട്, നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ചെയ്യണ്ട. പേര് നിഹാദ് എന്ന, പക്ഷേ തെറ്റുകൾ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന ഒരു സഹോദരനാണ് പറയണേ. നിസ്കരിച്ചാൽ മാത്രം മതി, ബാക്കി ഒന്നും ചെയ്യണ്ട. സ്വന്തം ഉമ്മയും ബാപ്പയും വെറുപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ലൈവിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുഴുവനും കോമാളിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ കുറച്ചു ദിവസം മുമ്പ് നോക്കി, ആ സഹോദരൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ പെണ്ണിന്റെ മാറ് നോക്കിയിട്ട് വായിലൂടെ വെള്ളം ഇങ്ങനെ ഉറിച്ചിറക്കുന്ന രീതിയിൽ പല എക്സ്പ്രഷനുകളും വീഡിയോയിലും ഇട്ടിട്ട് ആ സഹോദരൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ട് പറയാ, നിസ്കരിച്ചാൽ മാത്രം മതി, ഹനാൻഷ പാട്ട് പാടിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് ഹറാമ് ചെയ്താൽ അത് നടക്കണ കാര്യമാണോ? അല്ല. സമൂഹത്തിൽ ഭയങ്കര മാന്യൻ തലയിൽ തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ കുരിശുപള്ളി കവലയിൽ വന്നിട്ട് രാത്രി DJ ഡാൻസ് കളിച്ചാല് അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അതാണ് ഫാസിഖീങ്ങൾ എന്ന് പറയുന്നത്. ആരാണോ ഫാസിഖീങ്ങൾ? ആരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ദീൻ പറയാൻ മുസ്ലിംമാർക്ക് പറ്റൂല, ഇപ്പം ദീൻ പറയാൻ ഉസ്താദന്മാർക്ക് പറ്റൂല. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അതൊരു മുഖത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ട് ഇൻഫ്ലുവൻസ്മാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഗൾഫിലും ദുബൈയിലൊക്കെ ഒരു പണിയില്ലാതെ കുറെ ചങ്ങായിമാര് വെറുതെ അത്തരം തേച്ച് നടക്കുന്നുണ്ട്. അവര് പറയണ ഉസ്താദ്മാര് ദീൻ പറയണ്ട, ഞങ്ങൾ ഇൻഫ്ലുവൻസർമാരാണ്, ദീൻ പറയേണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഫാസിഖീങ്ങളാരാ? അവര് നരകത്തിന്റെ അവകാശികളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നിസ്കാരമുണ്ട്, രാത്രി ഗാനങ്ങളെ പാട്ടുപാടുക, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. 5 വഖത്ത് നിസ്കാരമുണ്ട്, നിഹാദ് എന്ന പേര്, തൊപ്പി എന്ന പേര് തൊപ്പി വെച്ചിട്ട് ലൈവ് ചെയ്തിട്ട് ആളുകളെ തെറി പറഞ്ഞാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കിടക്കോ? ഇല്ല. സ്വന്തം ഉമ്മയെ വാപ്പയും വെറുപ്പിച്ചുകൊണ്ട് എന്തെല്ലാം ആളുകൾക്ക് കാണിച്ചു കൊടുത്താലും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവോ? ഉണ്ടാകില്ല. അതാണ് ഞാൻ പറയണ. ഫാസിഖീങ്ങൾ ആരാ? അവര് നരകത്തിന്റെ 5ാമത്തെ അവകാശികളാ, മഹാനാകുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിൻ്റെ നല്ലൊരു മറുപടിയായി. എന്തായാലും എന്ത് മറുപടിയാണെങ്കിലും എന്ത് വിമർശനങ്ങളാണെങ്കിലും ഒരാളെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. എത്ര മോശക്കാരനായ ആളാണെങ്കിലും എത്ര നല്ല ആളാണെങ്കിലും അയാളെ ആക്ഷേപിക്കുക എന്നുള്ളത് മതപരമായിട്ട് പാടില്ലാത്തതാണെന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഏതായാലും നല്ലത് സംഭവിക്കണം, പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഹൈദരാബാദിൽ നിന്ന് 146 ആളുകൾ ഉംറക്ക് പോയിട്ട് വലിയൊരു അപകടം നടന്ന് ബസ് മുഴുവനും കത്തി 46 യാത്രികരും അഗ്നിക്കിരയായ ഷഹീദായൊരു വാർത്ത നമ്മൾ വായിച്ചിരുന്നല്ലോ. അതിന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബ് എന്ന 24-കാരൻ നാട്ടിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഞെട്ടിക്കുന്നൊരു കാര്യം പങ്കുവെക്കുണ്ടായി. അദ്ദേഹം വരുന്നൊരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഹൈദരാബാദ് വിമാനത്താവളം അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ എത്തി. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അപകടം എങ്ങനെ നടന്നു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ആം ഫൈൻ, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ബസ്, ഇതിൽ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വരാത്ത കുറേ കാര്യങ്ങൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്. ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ പിറകിൽ വന്ന് ടാങ്കർ ലോറി ഇടിച്ചതാണ് അപകടമുണ്ടാക്കിയത്. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഞാൻ ആ സമയത്ത് ഡ്രൈവറുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഒരാളെപ്പോലും രക്ഷപ്പെടുത്താൻ ആ ഡ്രൈവർ ശ്രമിച്ചില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ പുറത്തേക്ക് തെറിച്ചു. എൻ്റെ ശരീരമാസകലം ഡ്രസ്സിലൊക്കെ തീ ആളിപ്പടർന്നിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എനിക്ക് വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. എൻ്റെ ഒരു സഹോദരൻ സുഖമില്ലാതെ മക്കയിൽ തങ്ങിയതുകൊണ്ട് അവൻ ബസ്സിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 4ഓളം പേര് അന്ന് മക്കയിൽ തങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ കാറിൽ വന്നവരുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഇതൊന്നും നമ്മളന്ന് വാർത്തയിൽ വന്നിരുന്നില്ല. 46 ആളുകളും മരണപ്പെട്ടു എന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 46 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മുഹമ്മദ് ഷുഹൈബ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ ഡ്രൈവറും എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ബസ് നിർത്തിയിട്ടിരുന്നൊരു സമയത്താണ്. പിന്നെ ആ സമയത്ത് തീ പിടിക്കുമ്പോൾ രക്ഷപ്പെടുത്താനും കഴിയൂല കേട്ടോ. പക്ഷേ ഒരു ശ്രമം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പങ്കുവെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ പോയ 46 ആളുകളും ഇല്ലാതെയാണ് വരുന്നത്. ആ ഒരു വളരെ വലിയൊരു മാനസിക വിഷമം അദ്ദേഹത്തിനുണ്ടാവും.
നല്ല തെറാപ്പികളും കൗൺസിലിങ്ങിലൂടെയൊക്കെ അദ്ദേഹം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അന്ന് വാർത്തകളിലൊക്കെ കണ്ടിരുന്ന ഡ്രൈവറുടെ കാര്യമൊന്നും പ്രത്യേകം പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ പുറത്ത് പറയുന്നത്. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്തു. വളരെ അത്ഭുതം. അദ്ദേഹം ഒരു ഹാഫിളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു, പുട്ട് എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്ന് വന്ന ഭക്ഷണമാണെന്നുള്ളതാണ്. പോർച്ചുഗീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു ഉത്തരം. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം 4 ഖലീഫമാരെ നമുക്കറിയാലോ. 4 ഖലീഫമാർ ഇസ്ലാമിൻ്റെ ചരിത്രം അറിയുന്ന ഏതൊരു കുട്ടിക്കും അറിയുന്ന പേരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 4 ഖലീഫമാർ. അതിൽ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനപ്പേര് ആദ്യം വിളിച്ചത് ആരെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ 4 ഖലീഫമാരിൽ ആരെയാണ് അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ് എന്ന ഒരു പേര് ലഭിച്ചത്? ഇതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.